ഞാൻ രാവിലെ എന്തായാലും റെഡിയായി ടെർമിനൽ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഇവിടെ നിന്ന് വത്തിക്കാൻ സിറ്റിയിൽ പോവാണ്. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലേക്കാണ് ഞാൻ യാത്ര പോകുന്നത്. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റിയിലേക്കുള്ള യാത്ര തുടരാണ്. ഇന്ന് മെട്രോയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് വത്തിക്കാൻ സിറ്റിക്ക് അകത്താണ് കേട്ടോ. ഞാൻ മെട്രോയിൽ വന്ന് സിറ്റിയിൽ ഇറങ്ങി. സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 120 ഏക്കർ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ രാജ്യമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. വെറും 120 ഏക്കർ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, പിസ പെട്രോ സ്ക്വയർ, ഇതെല്ലാം ഇതിനകത്തേക്കാണ്. നമുക്ക് അകത്തേക്ക് പോവാം. ഇത് കാണേണ്ട സീൻ തന്നെയാണ്. പക്ഷെ അതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നോക്കിയേ, എത്ര വലിയ ക്യൂ ആണ് നിൽക്കുന്നത് നോക്കിയ ആൾക്കാർ. ഹായ്, കണ്ടോ? കണ്ടോ? ഇതാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മക്കാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കയറാൻ വേണ്ടി ജനങ്ങൾ നിൽക്കുന്ന ക്യൂ ഉണ്ട്. ഇതൊക്കെ ക്യൂ ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി കേട്ടോ. ഈ ക്യൂ ഇതിങ്ങനെ വളഞ്ഞ് ഇതേ അവിടേക്ക് പോയിട്ടുണ്ട്. അതുവഴിയും ഒരു ക്യൂ ഉണ്ട്. നോക്കിയേ, ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന ആ ക്യൂ, ആ കാണുന്ന ക്യൂ അതിങ്ങനെ വരികയാണ് കേട്ടോ. ഓ, ബിഗ് ക്യൂ. നോക്കിയേ, ഇത്രയും ക്യൂ നിന്ന് വേണം ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങി ഇവിടെ ഇങ്ങനെ ഒന്നേക്ക് ഇതുണ്ടോ. ഈ ക്യൂ ഇങ്ങനെ നോക്കിയേ. ഇതെന്നാ തീരാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇന്ന് എൻ്റെ ദിവസം മൊത്തം നഷ്ടപ്പെട്ടു പോവില്ല. ഞാനിവിടേക്ക് അതിനകത്തേക്ക് കയറാൻ നിന്ന്. അതുകൊണ്ട് സോറി ഗായ്സ്, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. ഇത് ഇവിടെ നിന്ന് തീരില്ല കേട്ടോ. ഇത് പിന്നെ ഇവിടെ നിന്ന് പിന്നെയും ഇങ്ങനെ കറങ്ങി കിടക്കാണ് അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ. അതായത് എൻ്റെ ഇവിടെ 3-4 കമ്പനിയുടെ ബസ്സുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഓപ്പൺ ഡക്ക് ബസ്സുകളാണ് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തി. ഞാനിങ്ങനെ ടിക്കറ്റ് റേറ്റ് ഒക്കെ അന്വേഷിച്ചു. ഓരോ ബസ്സിനും ഓരോ ടിക്കറ്റ് റേറ്റാണ്. പക്ഷെ എല്ലാം പോകുന്നത് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ. എല്ലാം ഫ്രണ്ടിലെ പോക്കറ്റിലേക്ക്. ഇവിടെ അതിഭയങ്കരമായ മോഷണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇറ്റലിക്കാരല്ല, വിദേശികളാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇവർ വല്ല ഗിഫ്റ്റുകളും തന്നു കഴിഞ്ഞാൽ കഴിവതും സ്വീകരിക്കാതെ ഇരിക്കുക എന്നാണ് പറയുന്നത്. ഇവരങ്ങനെ തരുന്ന സ്വഭാവമുണ്ട് അത് ഈ ആഫ്രിക്കക്കാർ. എന്നിട്ട് നമ്മളത് കഴിഞ്ഞ് ചതിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ റോഡിന്റെ ഒരു ഫുൾ, അതായത് ഒരു 75% നമുക്ക് ഒരു സൈഡിലേക്ക് യാത്ര, അടുത്ത ഒരു സൈഡിൽ കൂടി ഒരു വാഹനത്തിന് പോകുന്ന രീതിയിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ പാന്തോൺ എന്ന് പറയുന്ന ഒരു പുരാതനമായ ഒരു റോമൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് AD 650 ഈ കാണുന്നതാണ് പാന്തൻ എന്ന് പറയുന്ന പഴയ ടെമ്പിള്. AD 1609 ഇതൊരു കത്തോലിക് ചർച്ചായിരുന്നു റോമിലെ. ഇത് ആദ്യത്തെ ടെമ്പിളാണ് ഇവിടെ കമ്മീഷൻ ചെയ്തത് കേട്ടോ. ഇതുണ്ടാക്കിയെന്ന് പറയുന്നത് ബൈ മാർക്യൂസ് അഗ്രിപ്പ എന്ന് പറയുന്ന സമയത്താണ്. ഇത് അറിയപ്പെടുന്നത് അഗസ്ത്യസ് റീജിയൻ എന്ന് പറയുന്ന റീജിയനിലായിട്ടാണ് ആദ്യം ഈ റോമിന്റെ തലസ്ഥാനം ഒക്കെ അറിയപ്പെട്ടിരുന്നത്. ഇത് കത്തിപ്പോയതിനു ശേഷം ഇതിന്റെ ശേഷം നിർമ്മിച്ച ബിൽഡിംഗ് ആണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ.
ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബസ് ടേൺ ചെയ്ത് അപ്പുറത്തേക്ക് നിർത്തുമെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടും നമുക്ക് അപ്പോൾ തന്നെ. പക്ഷേ അതിനകത്ത് കയറാൻ ചിലപ്പോൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ശേഷമാണ് നമുക്ക് ടൈം അനുവദിച്ച് കിട്ടുക. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് റോമൻ ടെമ്പിളിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ പ്രവേശനമുള്ളൂ. അകത്ത് ബിസിയാണ്, ആൾക്കാരെ ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നില്ല. എന്തായാലും ഞാൻ പുറത്തൊക്കെ കറങ്ങി അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്താണ് അത് ഇന്നലെ കാണിച്ചത്. അപ്പോൾ തുടർന്ന് എന്തായാലും ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണിക്കണമല്ലോ, അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അവസരമെത്തി. ഞാൻ അങ്ങനെ അകത്തേക്ക് വന്നു. അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഫുൾ ചെക്കിങ് ആണ് കേട്ടോ. ഫുൾ ചെക്കിങ്, നമ്മുടെ ബോഡി മൊത്തം ചെക്ക് ചെയ്യും. നമ്മുടെ ബാഗിലുള്ള സാധനങ്ങൾ അത് സ്കാൻ ചെയ്യണം. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ അതും എടുത്ത് സ്കാനറിനകത്ത് ഇടണം. എല്ലാം ഫോൺ അടക്കം അവർ ചെക്ക് ചെയ്തു. ഫോൺ, ഇയർഫോൺ എല്ലാം, മൈക്കടക്കം അവർ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിട്ടുള്ളൂ. അപ്പോൾ അകത്തേക്ക് വന്നു. അപ്പോൾ നല്ല കാഴ്ചകളാണ് അകത്തുള്ളത്. അപ്പോൾ ഈ റോമൻ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് AD 680 കാലഘട്ടത്തിലാണ് കേട്ടോ. ഇതൊരു കത്തലിക് റോമൻ ചർച്ചാണ്. ഇത് ബിൽഡ് ചെയ്ത് ആദ്യം ടെമ്പിളായിട്ട് ആണ് കമ്മീഷനൈസ്ഡ് ചെയ്തത്. ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ബൈ മാർക്കസ് അഗ്രിപ്പ എന്ന് പറയുന്ന ഒരു റൂളറുടെ സമയത്താണ് ഇത് ആൾക്കാർക്ക് തുറന്നു കൊടുത്തത്. ഇത് ഇറ്റാലിയൻ സ്ട്രീറ്റിൽ ഓരോരോ സാധനങ്ങൾ വിൽക്കുകയും ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട്. ക്ലോത്തിൽ പെയിൻറ് ചെയ്തിട്ട്, ക്ലോത്തിലും ഇത് ക്യാനിലും ഒക്കെ പെയിൻറ് ചെയ്ത് കൊടുക്കുക കേട്ടോ. Yeah, with a can. Can you make it like that? Yeah. Oh, it's See, Pepsi, yeah. see, Monster, Pepsi canil ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. original. I'm only one who do that in Rome. Really? Yeah. Only that. Oh, what's your name? So, SOW from Kenya. From Kenya. Yeah. Oh, hakuna matata. Hakuna Matata. That's Mali Break. Okay, great Kenya. No expensive, right? Not expensive, huh? Outside. How much this? With acrylic, this is 20, and the big one is 30 because it's like 3 days. Yeah, it's അക്രോലിക് പെയിന്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് പെപ്സിയുടെ ക്യാൻ കട്ട് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ You can make your ചെയ്ത്. choice, right? ഓക്കെ സർ. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇൻ. This are made right in the morning. You see, it's wet. Yeah, still wet, yes. It's wet. You see, Mm-hmm. massage. Yeah, yeah. Careful. Yeah. Should careful because you are very hard to do this. Choice one. Sorry? Yeah, you can take one. You like. Good price. Yes, I know, sir. But it is a carrying to my home country. It's very difficult. Maybe it will get damaged. No, till Mexico people they buy and make nice packet. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടേ, ഇത് നോക്കിയേ. ഇത് ഈ പെപ്സി ടിന് കട്ട് ചെയ്താണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. You will never find anywhere in the world. I understand. പെപ്സി ടിന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് അക്രോലിക് പെയിന്റ് കൊണ്ട് അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വല്ലാത്ത ഇയാൾ പറയുന്നത് ഈ ഇറ്റലിയിലോ അല്ലെങ്കിൽ റോമിലോ ഒരേ ഒരാളേ ഉള്ളൂ ഇത് ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ. ഇത് ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല. അത്രയ്ക്ക് വർക്കുണ്ട്. ഈ ഒരു Masai, I do with the stuff. ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് 3 days എടുത്തെന്നാണ് പറയുന്നത്. ഇതൊന്ന് മോർണിംഗിൽ ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടുത്തെ അപൂർവങ്ങളായ വർക്കുകളാണ്. ഇത് സുവനീർ ഷോപ്പാണ്. ഇനിയുണ്ട് കേട്ടോ, സ്ട്രീറ്റിൽ പലതും ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പല ടൈപ്പിലുള്ള ക്യാപ്സ് വയ്ക്കുന്ന സ്ഥലമാണ്. നോ ഐ ആം നോട്ട് ടേക്കിംഗ്. ഇവിടെ കോയിൻസ് ഉണ്ട്, പല രീതിയിലുള്ള ഇത് അയച്ചിട്ടുണ്ട്. ഇയർ റിങ്സ്. ക്യാൻ ഐ ടേക്ക് ഇറ്റ് ഫോട്ടോ വീഡിയോ? ഓക്കെ. ഇത് ഉണ്ടാക്കുന്നത് വേറെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കോയിൻ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ ആക്സോബ്ലൈഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ അയാളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണ്ട വേറൊരു ലീഫ് കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്, സ്നേക്ക് അത് ഇത് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഫ്. അവിടെ ഒരു ലേഡി ഇരുന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട്. നല്ല പിക്ചർ വരയ്ക്കുകയാണ് അവർ, വരച്ച പിക്ചറുകളാണ് ഇതെല്ലാം. സ്ട്രീറ്റിൽ എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നതൊക്കെ, അതൊക്കെയാണ് ഇപ്പം ഇവിടെ കാണുന്ന സ്ട്രീറ്റിൻ്റെ വിശേഷം. ഇനി ഇവിടെ ആൾക്കാരൊക്കെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ആഹാരം കഴിക്കാനിരിക്കുന്നുണ്ട്. ഇന്ന് അത് ഇവിടെ എന്തോ ആരോ പ്രഗത്ഭ വ്യക്തികൾ വരുന്നു, ആരോ, അത് കാരണം എല്ലാ വാർത്താ ചാനലുകളും ഇവിടെ ഉണ്ട്. ഇത് നോക്കിയാൽ അവരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്, നമ്മളെ നാട്ടിലെ മാപ്രകളെ പോലെ. എന്തോ വിഷയം അകത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ബിൽഡിങ്ങിനകത്താണ്, അവിടെ എന്തൊക്കെ സ്പീച്ച് നടക്കുന്നുണ്ട്. എന്തോ സ്പീച്ച് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ബിസിനസ്, ഇവിടുത്തെ സ്ട്രീറ്റിലെ വിശേഷങ്ങൾ, രാത്രി ഉള്ളതിനേക്കാളും തിരക്ക് പകലാണ് കേട്ടോ. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും നോക്കിയാൽ, റെസ്റ്റോറൻറ്റിലും വഴിയിലും ഒക്കെ പകലാണ് ആൾക്കാർ കൂടുതൽ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക. എനിക്കും ഭക്ഷണം കഴിക്കണം എന്തായാലും, പക്ഷേ ഇവിടെ നിന്ന് കഴിക്കണം, ഇങ്ങനെ കഴിക്കണം എന്നുള്ളതൊന്നും ഒരു വ്യക്തതയില്ല. ഇറ്റാലിയൻ പിസ്സ എന്തായാലും നമുക്കും കഴിക്കാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുക്കണ്ടേ. നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് പിസ്സ കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ആൾക്കാരുണ്ട് ഈ പിക്കോളോ ബുക്കോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ, ഇവിടെ ഫെൻസിങ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിരിക്കുക. അവിടെ ഇങ്ങനെ ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ, 100 കണക്കിന് ആൾക്കാർ നോക്കി ഈ റെസ്റ്റോറൻറ്റ്. അവിടെ അതിനകത്ത് തള്ളി കയറാൻ പറ്റാത്തവരുടെ ആൾക്കാർ ഒരു 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇത് ഇറ്റലീൻ്റെ ഒരു ഐക്കോണിക് ടോയ് ആണ് കേട്ടോ. ഒക്കെയാണ് സ്ട്രീറ്റിൽ നടക്കുന്നത്. അതൊക്കെ ആ സ്ത്രീയുടെ പിക്ചറാണ് അവിടെ വരയ്ക്കുന്നത്. വളരെ എനിക്ക് തോന്നുന്നു വളരെ കറക്റ്റാന്ന് തോന്നുന്നു അയാൾ വരയ്ക്കുന്നത്, നല്ല വൃത്തിയായിട്ട് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നല്ല ഇതുണ്ട്. ആ സ്ത്രീയുടെ അതേ രൂപം തന്നെയാണ് ആ വരയ്ക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാരിക്കേച്ചർ വരയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ ആളുടെ ഫേസ് ഒന്നും ഒരു ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എന്തായാലും ആ കാരിക്കേച്ചർ വരച്ചത് കണ്ടിട്ട് അവർ രണ്ടുപേരും അതിഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഫേസ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അവൻ വരച്ചിരിക്കുന്നത്. ആ വരച്ചിരിക്കുന്നത് ബംഗാളി പൗരനാണ് കേട്ടാ. നോക്കിയാ ഭയങ്കര രസമുണ്ട്. അവർ രണ്ടുപേരും മരണ ചിരിക്കുക കാരിക്കേച്ചർ കണ്ടിട്ട്. അവരെ അടിപൊളിയാ, സൂപ്പറായിട്ടാണ് ലൈവ് കാരിക്കേച്ചർ വരച്ചതാണ് കേട്ടോ. ഇവിടെ ഒത്തിരി സംഭവങ്ങൾ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ട്. ഇവിടെ പലതും ഉണ്ട്. അവിടെ മ്യൂസിക് ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഒരാൾ ഡയറക്റ്റ് പടം വരയ്ക്കുന്നുണ്ട്. ഇയാളുടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഫുള്ള് പടം വരയ്ക്കുന്നത്. ഇതും ഇയാൾ അതിൻ്റെ തൊട്ടടുത്ത് വരയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് കാണിച്ചിട്ട്. വേറൊരു പടം വരയ്ക്കുന്നുണ്ട്. അയാളുടെ വേറൊരു നല്ലൊരു പടം വരച്ച് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്.
ഫൈനലി ഞാനും ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അതെ, ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. ഓക്കേ, നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോയിട്ട് കഴിക്കാം. റെസ്റ്റോറൻറ്റ് അടിപൊളി സെറ്റപ്പ് കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കേ, യെസ്, I do. ഞാനൊരു എന്തായാലും മിക്സഡ് സലാഡ് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിസ്സ ഓർഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇറ്റലിയിലുള്ളത്, അപ്പം നമുക്ക് എന്തായാലും പിസ്സ കഴിക്കാം. ഒരു മാഗരിറ്റ പോമറോഡോ മൊസറല്ല ബസീക്കോ എന്ന് പറയുന്ന ഒരു പിസ്സയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ഇപ്പോൾ എത്ര സമയം എടുക്കുന്നറിയില്ല, അറൗണ്ട് 20 മിനിറ്റ്സ് എന്തായാലും എടുക്കും കേട്ടോ. ഓക്കെ, ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, പിസ്സ വിത്ത് സലാഡ് ആൻഡ് വാട്ടർ. നമ്മളെ അടുത്ത സീറ്റിലുള്ള ആൾക്കാരൊക്കെ ബിയർ കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പിസ്സ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാൻ പറ്റില്ല, അവിടെ പോയിട്ട് കാണിക്കാനായിട്ട് ഒരു വഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. സലാഡ് കഴിക്കാം ഫസ്റ്റിൽ. നല്ല സൂപ്പർ സലാഡാണ് തോന്നുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ടൊമാറ്റോ. നല്ല ഒലിവ് ഓയിൽ കൊണ്ടിട്ടുണ്ട്. ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് എന്തായാലും സലാഡ് കഴിക്കാം ഫസ്റ്റിൽ. ഓക്കെ, ഇതുണ്ടോ, ഇത് കുരുമുളക് പൊടിച്ചിട്ടാണ്. കുരുമുളക് ലൈവായിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുരുമുളകാണ് ഇതിനകത്ത്. ഇതിങ്ങനെ തിരുക്കി പൊടിച്ചിടാം. എന്തേ നോക്കിയേ, കണ്ടോ, അല്ല കുരുമുളക് പൊടിയല്ല, ലൈവ് കുരുമുളകാണ്. ഓക്കെ, എന്തായാലും ആഹാരം കഴിച്ചു. ആഹാരമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വയർ ഫുള്ളായി. അറൗണ്ട് 1 ലിറ്റർ വെള്ളം അത് തന്നു. അതിന് 4 യൂറോ വാങ്ങിച്ചു 1 ലിറ്റർ വെള്ളത്തിന്. ആ 1 ലിറ്റർ വെള്ളത്തിന് അത് മൊത്തം കുടിച്ചു ഞാൻ. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിട്ടുള്ള പിസ്സയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഇതാണ് ഒറിജിനൽ. അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കീപ് ഇറ്റ് വിത്ത് യു. ബൈ. താങ്ക് യു. Thank you, ciao. താങ്ക് യു. സേ ഹായ്. ബൈ. ഇതാണ് കൊളോസിയം. ഇത് കണ്ടില്ലേ, ഇവിടെ ആവശ്യം പോലെ ആൾക്കാരുണ്ട്. എന്തൊരു ജലത്തിരക്കെന്ന് നോക്കിയേ, കൊളോസിയം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ കൊളോസിയം ചുറ്റി ഇങ്ങനെ പോവാണ്. ബസ് അടുത്തൊരു സ്റ്റോപ്പിലേ നിർത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ ടാക്സി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേണക്ക് ടൂർ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ. ടൂർ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ ഓരോരോ സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോകും, അവിടെ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം. ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ബസ് വീണ്ടും വരും. എവറി 10 മിനിറ്റ്സിന് ആ ഓരോരോ കമ്പനിയുടെയും ബസ് വരുന്നുണ്ട്. നമ്മൾ നോക്കി ആ കമ്പനിയുടെ ബസ് നോക്കി അതിൽ കയറിയാൽ മാത്രം മതി. അത് കറക്റ്റ് ഉപയോഗമാണ് കേട്ടോ നമ്മൾ ബസ്സിൽ വരുന്നത്. അല്ല ടാക്സി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ടാക്സി ചിലപ്പോൾ വളരെ കോസ്റ്റ്ലി ആവും പൈസ. എല്ലായിടത്തിലും ഇങ്ങനെ പോകുമ്പോഴും അതിൻ്റെ ഇതുണ്ടാവും. ഇതൊരു വലിയൊരു ഇതാണ് കേട്ടോ കൊളോസിയം. ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്നിട്ട് വേണം ഈ ബാക്കിൽ അവിടേക്ക് പോകാൻ. ബസ് അവിടെ നിർത്തില്ല. ബസ് ഇപ്പം ഇവരുടെ ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ മാത്രമേ നിർത്തുള്ളൂ. ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും കൊളോസിയമിൻ്റെ ഗേറ്റിലേക്ക് പോകാം. ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. Step number 3 Colosseum, informata numero 3 Colosseo.
എന്തായാലും ദേ ഇവിടെ സ്റ്റോപ്പ് എത്തി, ഇവിടെ ഇറങ്ങാം. എന്നിട്ട് വേണം നമ്മൾ പോയിട്ട് ഇവിടെ തന്നെ വീണ്ടും തിരിച്ചു വരാം. കൊളോസിയം നിർമ്മിച്ചത് 72 AD കേട്ടോ. AD 72 ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അന്ന് മുതൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇത് നിർമ്മിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഇത് ലേക്കായിരുന്നു കേട്ടോ. ഈ ലേക്കിലാണ് ഇത് നിർമ്മിച്ചത് കൊളോസിയം. ഇത് ഇപ്പോൾ ഏതാണ്ട് 2000 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ കൊളോസിയം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് അറൗണ്ട് 200 മീറ്റേഴ്സ് അത്രയും ഉയരമുണ്ട്. അത് മനുഷ്യനിർമ്മിതിയാണിത്. ഇത് റോമിൻ്റെ വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ആണെന്ന് പറയുന്നത്. പഴയ കാലത്തെ സ്റ്റേഡിയം ഒന്നുമല്ല ഇത്. മൊത്തം കൊളാപ്സ് ആയതിനു ശേഷമുള്ള ഈ ബാലൻസ് ആണ് ഇപ്പോൾ ഇതുള്ളത്. ഞാൻ നിങ്ങളെ നേരത്തെ ഔട്ട്സൈഡിൽ നിന്നിട്ട് ആ വാള് കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞു അറൗണ്ട് 200 സംതിങ് വരുമെന്ന് പറഞ്ഞു. അതുപോലെയാണ് അതിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടത് കേട്ടോ. ഇതൊക്കെ കൊളാപ്സ് ആയതിനു ശേഷമുള്ളതാണ്. What's that for, Dad? Dad, what's that handle? ഓ, സൂര്യൻ ഇങ്ങനെ നമുക്ക് നേരെയാണ് ഉദിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അപ്പുറ സൈഡിൽ പോയി കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് ഇവിടെയാണ് പൊക്കം കുറഞ്ഞ ഭാഗം കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല പൊക്കമുള്ള ഭാഗങ്ങളാണ്. ഓ, നിങ്ങൾ കണ്ടല്ലോ. ഇതിനി ഒന്ന് ഹായ് സോറി ഷ്യൂർ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിനകത്തുള്ള സീൻ തരുന്ന കാണിക്കാൻ ഞാൻ നിങ്ങളെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇപ്പോൾ കൊളോസിയം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. ഇതാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ആ ഭാഗം. എന്നാലും നമ്മൾ താഴത്തെ ലെവലിലേക്ക് പോയിട്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ സൂര്യപ്രകാശം ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഈ കാണുന്ന ഭാഗമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇരുമ്പ് ഷീറ്റ് കൊണ്ടിട്ട് നല്ല വഴിയുണ്ടായിരുന്നു. ആ വഴികളൊക്കെ ഇപ്പോൾ അവർ അടച്ചിട്ടിരിക്കുന്നത്. അവർ പറയുന്ന ആരെയും അകത്തേക്ക് കയറ്റി വിടില്ല എന്നുള്ളതാണ്. അതായത് ഇത് കൊളാപ്സ് ആവും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് അകത്ത് അല്ല കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് അപ്പുറ സൈഡിൽ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ആക്ച്വൽ ബിൽഡിങ്ങിൻ്റെ ഉയരമാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ബാക്കി മൊത്തം കൊളാപ്സ് ആയതും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ഇപ്പം കാണുന്നത് കേട്ടോ. ഇത് നമുക്കത് അറിയാനും പറ്റില്ല. ഇതാണ് ട്രെവി ഫൗണ്ടൻ കേട്ടോ. ഇവിടെ റോമിലെ വളരെ ഫേമസ് ഫൗണ്ടനാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടം ആയിട്ടിങ്ങനെ ഉണ്ട്. ഇപ്പം ഇത് BC 19-ാം ആണ്ടിൽ ഉണ്ടാക്കിയതാണ്. കുറേ ആൾക്കാർ നോക്കി, ഇതെന്തൊരു വിശ്വാസം പോലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കോയിനൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ കോയിൻ എറിയുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത് വെള്ളത്തിലൊരു കോയിനല്ലേ, അത് എടുത്തെറിയുന്ന കാരണം അങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ എറിയുന്നു. അത് എവിടെ ചെന്ന് വീഴുന്നു എന്നൊന്നും കാണാൻ പറ്റില്ല, അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വെള്ളം ഇങ്ങനെ ഒരു ബ്ലൂയിഷ് കളറിലാണുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്ലോറ് ബ്ലൂയിഷ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ കരയിൽ നിന്നുള്ള കാഴ്ചയാണ്. എന്തായാലും ഞാൻ താഴേക്ക് പോയിട്ട്
അത് കാണിക്കാം. എന്തായാലും നോക്കി അവിടെയൊക്കെ ബാർ ത്രിവി എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ജലസ്രോതസ്സാണെന്ന് തോന്നുന്നു. അതോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സാണോ അതിനെ ഇങ്ങനെ ഒരു ഫൗണ്ടൻ കണക്ക് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് അറിയില്ല. കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇവിടെ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഹിസ്റ്ററി എഴുതി വെച്ചിട്ടില്ല. ഇതൊരു ഇതാണ് ഒരു ബിൽഡിംഗ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാച്യൂസ് ആരുടേതാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അവിടെ എൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ ഇല്ല. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ ആവശ്യം പോലെ കൂടി കിടക്കുന്നുണ്ട്. നോക്കിയാൽ ഒരു കുറവില്ല. എന്തായാലും ഞാൻ താഴേക്ക് ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് ക്ലിയർ ആയിട്ട് കാണിക്കാം. വെള്ളം വളരെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലിയർ ഉണ്ട്. പക്ഷെ അതിനകത്ത് കോയിൻ വീണ് കിടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ മുന്നിൽ നിന്നും ആൾക്കാർ എറിയുന്നുണ്ട് അതിനകത്തേക്ക് കോയിൻ. അതൊരു ചിലപ്പോൾ ഒരു ഐതിഹ്യമായിരിക്കാം, അങ്ങനെ അവർ എറിയുന്നതായിരിക്കാം. അതിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സിനിമയുടെ ഇതിവൃത്തമായിരുന്നല്ലോ, സിനിമയിൽ അങ്ങനെ എറിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയും പ്രണയത്തിലാവുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു കെട്ടുകഥയല്ലേ. അല്ലാതെ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറിയൊന്നും അതിനില്ല. ആൾക്കാർ ആവശ്യം പോലെ വന്ന് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചെറിയ മഴ പൊടിയുന്നുണ്ട്. എന്തായാലും മഴ പൊടിയുന്നത് കാരണം ആൾക്കാർ മേളിലേക്ക് കയറിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മഴ ആണോ അതോ ഇതെന്നുള്ള വെള്ളം തെറിച്ച് വീഴുന്നതാണോ എന്ന് അറിയില്ല. പക്ഷേ ആൾക്കാർ മേളിലേക്ക് കയറി പോകുന്നു. എന്തായാലും നല്ല രസമുണ്ട്, കുറച്ച് തിരക്കുമുണ്ട്. അല്ലാതെ വേറെ വിശേഷമൊന്നും ഇവിടെ ഇല്ല എനിക്ക് തോന്നുന്നു. ജനങ്ങൾ ശരിക്കും വന്ന് നിന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ഇവിടെ കുറേ ഈ ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവരിങ്ങനെ ഡിജിറ്റൽ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. പ്രിൻ്ററൊക്കെ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് അത് ചെയ്യുകയാണ്. അത് കൂടുതലും ഈ ബംഗ്ലാദേശി പൗരന്മാരാണ് അത് ചെയ്യുന്നത്. ഈ തിരക്കുള്ളത് കൊണ്ടാണ് പോലീസും അത്യാവശ്യം ഇവിടെ കിടപ്പുണ്ട്. ഒരു 2 വണ്ടി നിറയുള്ള പോലീസുണ്ട്. ഓക്കെ, നല്ല തിരക്ക് അനുഭവപ്പെടുന്നില്ലേ? ആൾക്കാർ ശരിക്കും വരുന്നുണ്ട് കേട്ടോ. യങ്ങസ് നല്ല ശരിക്കും വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം ഈ കെട്ടുന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കൊന്ന് ആർട്ടിഫിഷ്യൽ ആണോ അതോ ഒറിജിനൽ ആണോ എന്നറിയില്ല. അതൊരു 2 പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അത് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുടിക്കുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നോക്കി ആൾക്കാർ നടന്ന് തളർന്നൊക്കെ വന്ന് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, റിലാക്സ് ചെയ്യുന്നു. പിന്നെ ജനങ്ങൾ ഫോട്ടോയും സെൽഫിക്കും ഒരു കുറവുമില്ല, അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇത്ര തന്നെയുള്ളൂ ഇവിടുത്തെ കാഴ്ച. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞ് കരയിലേക്ക് കയറാം. കരയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നമ്മുടെ വന്നപ്പം കുറേ ഐസ്ക്രീമും ഒക്കെ കണ്ടിരുന്നല്ലോ. എന്തായാലും പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഐസ്ക്രീം കോണിന് ഏതാണ്ട് ഒരു 1/2 അടി കൂടുതൽ നീളമുണ്ട് കോണ്. അപ്പോൾ ആൾക്കാർ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാനും എന്തായാലും തീരുമാനിച്ചു അതിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു നോക്കാം, എന്താണ് അവിടുത്തെ ടേസ്റ്റ്. അത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആണെന്നാണ് പറഞ്ഞത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് ഐസ്ക്രീം. എന്താ കണ്ടില്ലേ, ഫോട്ടോ ഇവരിവിടെ തന്നെ എടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിൻ്ററൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഡിജിറ്റൽ പ്രിന്റിങ് ആണ്. ബംഗാളികൾ ഇവിടെ ഉണ്ട്. എന്തോ സീൻ കേട്ടോ. ഇങ്ങനെ മൊത്തം തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തണുപ്പടിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം താഴെ ഇറങ്ങിയിരിപ്പുണ്ട്. അത് കാരണം ബസ്സിൻ്റെ മേളിൽ ആരുമില്ല. ഇങ്ങനെ നോക്കിയേ, ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഷീറ്റ് കൊണ്ട് മൂടും കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിക്കോളും. എല്ലാം അടച്ചു. ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ, ഇവിടെ ഒരു 9 മണിയായി. 9 മണിയായപ്പോഴത്തേക്കും നേരെ ഇട്ടിട്ടില്ല. ഈ ബുക്ക് ഷോപ്പുകളൊക്കെ അടച്ച ആൾക്കാർ ജോലി അവസാനിപ്പിച്ച് പോയി. ഇതെല്ലാം ബുക്ക് ഷോപ്പാണ്. തിരിച്ച് നമ്മൾ ടെർമിനൽ സ്റ്റേഷനിലേക്ക് എത്തി. ഇന്നത്തെ ടൂർ പ്രോഗ്രാം ഇവിടെ തീർന്നു. ഇനി ബാലൻസ് നാളെ വീണ്ടും സ്ഥലങ്ങൾ കാണാം. ഇനിയും ഒരു 7 ഡെസ്റ്റിനേഷനും കൂടി ഇനിയും പോകാനുണ്ട്.
ഇത് വേറൊരു സ്ഥലത്താണ് ഈ ബസ് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. Stiamo arrivando alla fermata 1 per la stazione Termini, Piazza della Repubblica, Via Nazionale. Il nostro servizio è terminato. We are ഒരേ സ്ഥലത്തും arriving ബസ് in Termini Station. ഓരോ The സ്ഥലത്തും public ബസ് square എത്തുമ്പോഴത്തേക്കും നല്ല is അടിപൊളിയായിട്ട് Our service is ends. നല്ലതുപോലെ അനൗൺസ് ചെയ്യുന്നുണ്ട് അവര്. I'll show in India. Okay, thank you. Ciao. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റോമ ഫോറം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിനി, പിന്നെ ഇതിനകത്തുള്ള ഒരു പാലസ്. ഇത് മൂന്നുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എനിക്ക് കിട്ടിയ ടിക്കറ്റ് അനുസരിച്ച് ഇതിനകത്ത് കയറാൻ ലാസ്റ്റ് ഫൈനലി കയറാൻ പറ്റുന്നത് 6:15 വരെ ഉള്ളൂ കേട്ടോ. ഈവനിങ് 6:15. ഞാനിപ്പോൾ ഏതാണ്ട് 5:57 ആയിട്ടുണ്ട്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറിയാൽ അറൗണ്ട് 9:30 വരേക്ക് അതിനകത്ത് നിൽക്കാം. 9:30ക്ക് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇതിനകത്തൊരു ഹ്യൂജ് ഇത് ഈ കാണുന്ന പ്രദേശവും ഇത് പണ്ട് എർത്തിക്യൂക്കിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ കൊളാപ്സ് ആയ സ്ഥലങ്ങളാണ്. ഇപ്പൊ അതിന്റെ ഒരു ഈ കൊളാപ്സ് ആയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞും ഇടിഞ്ഞും ഒക്കെ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ സീന്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഈ ഹില്ലിൽ നിന്ന് താഴോട്ട് കാണുന്നതാണ് ഏറ്റവും അടിപൊളി. നല്ല വെയിലുണ്ട്. 6 മണിയായെങ്കിലും നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റലിയിൽ നേരെ കിട്ടുന്നത് 9:30 മണിയൊക്കെ ആവും കേട്ടോ. ഈ താഴെ കാണുന്നതാണ് റോമൻ ഫോറം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പം നമ്മൾ താഴെ കൂടി നടന്നു വന്നിരുന്നുണ്ടെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇത് മേളിൽ നിന്ന് കാണുന്നതാണ് നല്ലത്. ഇത് ഒരു ഹ്യൂജ് ഏരിയ ഉണ്ട്, കണ്ടില്ലേ? ഇത് മൊത്തം കൊളാപ്സ് ആയിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് പിന്നെ പുതുക്കി പണിതിട്ടൊന്നുമില്ല. എന്നാലും അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റേജ് ഒക്കെ അവർ മാറ്റി ക്ലീൻ ആക്കി നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാറ്റാൻ പറ്റാത്തതും വേണ്ടപ്പെട്ടതുമായ പാഴ്സുകളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ കൂടി പോയി കഴിഞ്ഞാൽ ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. മേളിൽ നിന്നാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുപ്പ് കാരണം എനിക്ക് മുന്നോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടും അല്ലാതെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പോസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്ക്വേർഡായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ മുന്നിലേക്ക് വന്നത്. ഇതാണ് റോമ ഫോം കേട്ടോ. ഇത് കണ്ടാലോ, ഇത് ഒരു വലിയ ഒരു ഏരിയ ആണ്. കണ്ടാൽ അത് മനസ്സിലാവും. അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ വേസ്റ്റേജ് ഒക്കെ കോരി മാറ്റി ബാക്കിയുള്ളതൊക്കെ അവർ വേണ്ടപ്പെട്ട സാധനങ്ങൾ പാഴ്സുകളൊക്കെ അതായത് ഭാഗത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ എന്നൊക്കെ. ഇവിടെ നിന്ന് കാണുന്നതാണ് ഏറ്റവും അടിപൊളി. പക്ഷെ നമ്മൾ താഴെ പോയാൽ ഇത്രയും വിശാലമായിട്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ നിൽക്കുന്ന അറൗണ്ട് ഒരു 250 മീറ്റേഴ്സിന് മേളിലാണ്. കണ്ടില്ലേ, നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ ഗേറ്റ്. അത് ഞാൻ അതർ സൈഡ് റോഡിൽ കൂടി വന്നാൽ മാത്രമേ ആ മെയിൻ ഗേറ്റ് വഴി അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. താഴെയും ശരിക്കും ആൾക്കാരുണ്ട്, താഴെ കൂടി പോകുന്നുണ്ട്. അതൊക്കെ ഏറ്റവും അടുത്തറിയാൻ വേണ്ടിയിട്ട് നടന്നിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ നടക്കാനുള്ള ആരോഗ്യം എനിക്കിപ്പം ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് ശരിക്കും തളർന്നു പോയി കേട്ടോ. ഇന്ന് അറൗണ്ട് ഞാനൊരു 30 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നു, ഇതിനകത്തും പുറത്തും ഒക്കെ ആയിട്ട്. അത് കാരണം എനിക്ക് ഇനി നടക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ എൻ്റെ കാലെല്ലാം ശരിക്കും നീര് വന്നില്ല, പക്ഷെ നല്ല വേദനയുണ്ട്. രാവിലെ അറൗണ്ട് 9 മണിക്ക് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അറൗണ്ട് എത്ര മണിയായി? 6:30. ഇതിനകത്ത് കയറുമ്പോൾ ഏതാണ്ട് 6:30 മണിയോളമായി. 6 മണിക്കാണ് ഞാൻ ഗേറ്റിൽ നിന്ന് കയറിയത്. അറൗണ്ട് അരമണിക്കൂർ നടന്നാണ് മേളിലേക്ക് എത്തിയത്. നമ്മുടെ വലത് സൈഡിൽ മുന്നിൽ കാണുന്നതാണ് കൊളോസിയം കേട്ടോ. കൊളോസിയന്റെ ദൂരെ എന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബസലിക്കയാണ്. വത്തിക്കാൻ ബസലിക്ക അല്ല, വേറൊരു ബസലിക്കയാണ് കാണുന്നത്. ഇനി നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെയും പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത ആ ഭാഗം നിങ്ങളെ കാണിക്കാം. ഇന്ന് ഈ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്ലാറ്റിനി കാണിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ആയി പോയി. അത് കാരണം അത് കാണിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടി നിങ്ങൾ കാണുമ്പോൾ ചിലപ്പം
ബോറടിച്ച് വല്ലാതാവും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ചരിത്ര സ്ഥലങ്ങളാണ് കാണുന്നത്. ചരിത്ര സ്ഥലങ്ങൾ കൂടുതൽ കണ്ടിരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. എന്ന് പറയുമ്പോൾ ചരിത്രം ആൾക്കാർക്ക് കൂടുതൽ കാണാനായിട്ടൊരു താല്പര്യവും കാണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേശ്ശെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ഒന്നുമല്ല, ഈ പാലസൊക്കെ ഇത്രയും ഇതിലുണ്ടാക്കിയിരുന്നത് ഈ എംപയറിന് അല്ലെങ്കിൽ റൂളർക്ക് ഈ നാട് മൊത്തം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇയാൾ ഇവിടെ ഇരുന്നായിരിക്കും ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിരുന്നത്. നോക്കിയേ, ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ദുനിയാവ് മൊത്തം കാണാം, ഈ റോം സിറ്റി മൊത്തം കാണാൻ പറ്റും. ഓക്കെ, അവിടെയാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, അവിടെ പലവിധ ആക്ടിവിറ്റീസ് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നിങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു. അത് വീഡിയോ ഇടാം. ഈ ഭാഗത്താണ് ഒരു സ്റ്റേഡിയമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇത് റൂളർ ഇതെല്ലാം കണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഈ പാലസിൽ ഇരുന്നിട്ടാണ് കേട്ടോ റൂളർ ഇതെല്ലാം കണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഈ പാലസിൽ ഇരുന്നിട്ടാണ് കേട്ടോ. ഇത് പാലസാണ്, മൊത്തം ഇടിഞ്ഞു പോയി കണ്ടോ. ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, പ്ലസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ. ഇന്ന് ഇറ്റലിയിലെ ലാസ്റ്റ് ഡേ ആണ്. ക്രാക്കോ ദമാം ടെർമിനൽ 3. ഓക്കെ, ചിക്കൻ 162 കേട്ടോ. 162, 213, 175 അങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ചിക്കൻ. എവിടെയാണ്? 166 ഇവിടെയാണ്. 162 ദേ ഇവിടെ തന്നെയാണ്. അതെ, ഇത് 166. പിന്നെ അടുത്തേക്ക് 162 ഈ ഭാഗത്താണ് കേട്ടോ. നമുക്ക് അവിടെ പോവാം. ചെക്കിൻ കഴിഞ്ഞാൽ കുറച്ച് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. 162 160, 162 ആരും ഇല്ലല്ലോ നമ്മളെ ലൈനിൽ. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറാണ്. ബ്രിസ് എയർലൈൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ബോർഡിങ് തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്.